ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ നാളത്തെ സൂപ്പർ പ്രൊമോ സെഷത്തിലേക്ക് സ്വാഗതം. അനുബന്ധം കാർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ തൊപ്പിയൊക്കെ എടുത്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. മുട്ടയടിച്ചതുകൊണ്ട് തൊപ്പിയൊക്കെ വെച്ചാണ് നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തത്. അങ്ങനെ നാളത്തെ സുധീഷിൻ്റെയും നിധിയുടെയും വിശേഷത്തിലേക്ക് വരുമ്പോൾ രസകരമാകുന്ന ഒരു സന്തോഷകരമാകുന്ന ഒരു വാർത്ത തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, സുധീഷ് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് നിധിക്കൊരു സ്കൂട്ടി മേടിച്ച് കൊടുക്കണമെന്ന്. ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് താൻ ഓടാൻ പോകുന്ന കാശെല്ലാം സ്വരൂപിച്ച് കുറച്ച് പൈസ ആ അലമാരിക്കകത്തെടുത്ത് വെച്ചത്. നിർഭാഗ്യവശാൽ സുധീഷിനെ പോലീസ് പിടിച്ചപ്പോൾ പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ 50,000 രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഹരീഷും സുഭാഷും കൂടെയാണ് പൈസ എടുക്കുന്നത്. അതിനുശേഷം തിരിച്ച് ജാമ്യമൊക്കെ കിട്ടി അല്ലെങ്കിൽ ഇറങ്ങി വന്നതിന് ശേഷം സുധീഷ് ആ പൈസ നോക്കുമ്പോഴാണ് തൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി അല്ലെങ്കിൽ ആരോ എടുത്തെന്നറിഞ്ഞ് വലിയ സംഘർഷം ഉണ്ടാകുന്നു. അങ്ങനെ അതിനുശേഷം നിധി അതിലിടപെട്ട് ശാന്തമാകുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞു പോയി. അതിനുശേഷം കാണുന്നത് സുധീഷും തല്ലുകൂടിയ സുധീഷും ഹരീഷും കൂടെ കൂടുതലായിട്ട് ഐക്യമായി അവർ സന്തോഷിച്ച് നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തിൽ കാണുന്ന ഹരീഷും സുധീഷും കൂടെ ആ പ്ലാൻ ചെയ്ത് നിധിക്കൊരു സ്കൂട്ടി മേടിക്കണമെന്ന് ഹരീഷിനോട് പറഞ്ഞ് ഹരീഷിൻ്റെ കെയർ ഓഫിൽ ഒരു വാഹനമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ സുധീഷ് വലിയ സന്തോഷവാനായി. അങ്ങനെ രാവിലെ തന്നെ ഹരീഷിനെ കുത്തി എഴുന്നേൽപ്പിച്ച് യാത്ര പോവുകയാണ്. അങ്ങനെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു വാഹനത്തിൻ്റെ ഉടമയുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വാഹനം വിൽക്കാനുണ്ട് എന്ന് സുധീഷിനോട് പറഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ സുധീഷ് പിന്നെ ഹരീഷിനെ വിടുന്നേ ഇല്ല. അങ്ങനെ ആ വാഹനം കാണാൻ വേണ്ടി പോകുന്നു. അങ്ങനെ വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോൾ വർക്ക്ഷോപ്പ് തുറക്കുവാൻ പോലും ഹരീഷിനെ സമ്മതിക്കാതെ അദ്ദേഹത്തെ വിളിക്കാൻ വാഹനത്തിൻ്റെ ഉടമയെ വിളിക്കുന്നൊക്കെ പറഞ്ഞ് സുധീഷ് ധൃതി വെച്ച് ഹരീഷിനെ കൊണ്ട് ആ വാഹനം ഉടമയെ വിളിപ്പിക്കുന്നു. അങ്ങനെ വാഹന ഉടമ കുറച്ച് കഴിയുമ്പോൾ വാഹനം ആ സ്കൂട്ടിയുമായിട്ട് വരുന്നത് കണ്ടപ്പോൾ തന്നെ സുധീഷിന് അത് ഇഷ്ടപ്പെട്ടു പോയിട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ ഉടമ വരുന്നത് ആ സ്കൂട്ടി എടുത്ത് നോക്കുന്നു. അങ്ങനെ സ്കൂട്ടിയെ തിരിച്ചും പിടിച്ചും മറിച്ചുമൊക്കെ നോക്കുന്ന ഒരു രസകരമാകുന്ന നിമിഷമുണ്ട്. അങ്ങനെ ഒടുവിൽ വില പറയുമ്പോൾ ഈ സ്കൂട്ടിയുടെ ഉടമ 30,000 രൂപ ഈ സ്കൂട്ടിക്ക് വേണമെന്ന് പറയാം. സുധീഷിൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ലതാനും. അങ്ങനെ സുധീഷ് വില പേശിയിട്ട് കുറച്ച് പൈസ കുറച്ച് കിട്ടും കേട്ടോ, അല്ലെങ്കിൽ അല്പം പൈസ ഇളവ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ തൻ്റെ കയ്യിലുള്ള പൈസ അത്രയും ഇല്ല. ഈ ഇളവ് ചെയ്തിട്ടും അത് ഫുള്ളായിട്ട് കൊടുക്കുവാനില്ലാത്തതുകൊണ്ട് തന്നെ ഹരീഷിൻ്റെ തലയിൽ അത് കെട്ടിവെക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. അങ്ങനെ ഹരീഷിനോട് സുധീഷ് പറയാണ്, ഹരീഷിനെ നിങ്ങൾക്ക് അറിയത്തില്ലേ, നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നതല്ലേ, ബാക്കി പൈസയുടെ ഫുൾ ഉത്തരവാദിത്തം ഹരീഷ് എന്നൊക്കെ പറഞ്ഞ് ഹരീഷിനെ നിർബന്ധിക്കുക. അപ്പോൾ ഹരീഷ് പെട്ടുപോവുകയാണ് അവിടെ. പക്ഷേങ്കിൽ സുധീഷിന് ആ ആഗ്രഹം നിധിക്ക് തൻ്റെ ഏട്ടത്തിക്ക് ഒരു സ്കൂട്ടി മേടിച്ച് കൊടുക്കണമെന്ന് തൻ്റെ ചേട്ടന് ആഗ്രഹമുണ്ടല്ലോ എന്നൊക്കെ ഓർത്തും പെട്ടുപോവുകയും ചെയ്ത് ഒടുവിൽ ഹരീഷ് അതിൻ്റെ ബാക്കി പൈസയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അങ്ങനെ ആ സ്കൂട്ടിയുമായിട്ട് സുധീഷും ഹരീഷും കൂടെ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ചെല്ലുന്നു. നിധിക്ക് ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് രാവിലെ. അതിനുവേണ്ട തയ്യാറെടുപ്പുകളൊക്കെ എല്ലാവരും കൂടി ചെയ്യുന്നു. അപ്പോൾ സുഭാഷിനെ ഇത് കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഈ സ്കൂട്ടി കാണിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷിനോട് പറയുകയാണ്, സുഭാഷേട്ടാ നമുക്ക് നിധിക്കൊരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ മേടിച്ചതാണ്. അപ്പം നിധി രാവിലെ എഴുന്നേറ്റ് വരുന്നത് നിധി ഒരു വലിയൊരു അത്ഭുതമായി മാറണം, അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാൻ പോവുകയാണെന്ന് പറയും. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മുടെ നികേഷിനും വളരെ സന്തോഷമായിട്ടോ. തൻ്റെ ചേട്ടത്തി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തൻ്റെ ഏട്ടത്തിക്ക് ആ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അതിനിടയ്ക്ക് നിധി വന്ന് നോക്കുന്നത് പെട്ടെന്ന് ഒരു വാഹനത്തിൽ നിന്ന് നമ്മൾ പുതിയ വാഹനങ്ങളൊക്കെ മേടിക്കുമ്പോൾ സർപ്രൈസായിട്ട് കാണിക്കുന്ന പോലെ ഒരു തുണിയിട്ട് പൊതിയുണ്ടോ. അപ്പം സുധീഷ് അത് ഏൽപ്പിച്ചിരുന്നു. പക്ഷേങ്കിൽ നിർഭാഗ്യവശാൽ അവിടെ നല്ല തുണി ഇല്ലാത്തതുകൊണ്ട് തൻ്റെ അച്ഛൻ്റെ പഴയ കൈലിമുണ്ടോ അങ്ങോട്ട് ഈ സ്കൂട്ടിക്ക് മുകളിലിട്ടിട്ട് നിധിയോട് കണ്ണടച്ച് വരാൻ പറയുക, ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറയുക. അങ്ങനെ നിധി വെളിയിൽ വന്ന് ഇങ്ങനെ കണ്ണ് തുറക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് സുധീഷ് നോക്കുമ്പോൾ പഴയ പഴഞ്ചൻ തുണി ഇട്ട് മൂടിയിരിക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. അത് എടുത്ത് പെട്ടെന്ന് മാറ്റിയിട്ട് വേറൊരു കൈലിമുണ്ടെടുത്ത് അത് മൂടി വയ്ക്കുകയും നിധി കണ്ണ് തുറക്കുമ്പോൾ ആ തുണി മാറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സ്കൂട്ടിയുടെ മണ്ടയിൽ നിന്ന് ആ തുണി വലിച്ചു മാറ്റുമ്പോൾ അത് കീറിപ്പോവുകയും ചെയ്യുന്ന ഒരു രസകരമായ നിമിഷമൊക്കെ ഉണ്ട്. അതിനുശേഷം നിധി ഈ സ്കൂട്ടി കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അപ്പോൾ നിധിയോട് ചോദിക്കുകയാണ്, ഇത് ആർക്കാണ് സ്കൂട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഇത് നിധിക്ക് വേണ്ടി ഞാൻ മേടിച്ചതാണെന്നും
അത് നിധിക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ സുഭാഷും പറയാണ് അതേ മോൾക്ക് വേണ്ടി ഇവൻ മേടിച്ചുകൊണ്ട് വന്ന സ്കൂട്ടിയാണ് എന്ന് പറയുകയും അത് വലിയൊരു അത്ഭുതമാകുകയും പക്ഷേങ്കിൽ ഒരു കാര്യമുണ്ട്, നിധിക്ക് സ്കൂട്ടി ഓടിക്കുവാൻ അറിയില്ല എന്ന ഒരു വലിയ സത്യം അപ്പോൾ സുഭാഷും നികേഷും ഹരീഷൊക്കെ അറിയുകയും അവിടെ വലിയൊരു പൊട്ടിച്ചിരിയും നിധിയെ കളിയാക്കുകയും ചെയ്യുന്ന ഒരു രസകരമാകുന്ന നിമിഷങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ദിവസവും ഫുൾ പ്രൊമോ ശേഷമായിട്ട് എത്തുന്നുണ്ട്, അതുപോലെ ഷോർട്ട് വീഡിയോസും ഇടുന്നുണ്ട്, കാണാൻ മറക്കരുത്. വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.